മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥ മാറ്റത്തിൽ മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രണ്ട് തട്ടിൽ വിവാദങ്ങളിൽ പെടുന്നവരെ മാറ്റി നിർത്തണമെന്ന നിലപാടിലാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉള്ളത്. എന്നാൽ SIT ചോദ്യം ചെയ്തതുകൊണ്ട് സ്ഥാനക്കയറ്റം പരിഗണിക്കാതെ ഇരിക്കാനാകില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പ്രതികരണം. ജാഗ്രതക്കുറവുണ്ടായിട്ടില്ല എന്നും കെ ജയകുമാർ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, വിജിലൻസ് ക്ലിയറൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ആരെങ്കിലും SIT വിളിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാളെ നമുക്ക് ഒന്നും സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒന്നും പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. ചോദ്യം ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വിജിലൻസ് ക്ലിയറൻസ് ഉള്ളതേ ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പ്രസിഡന്റ് പദവിയിൽ തുടരുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും കെ ജയകുമാർ പറഞ്ഞു. അജ്മൽ ദിറാർ ചേരുകയാണ് തിരുവനന്തപുരത്തു നിന്നും. അജ്മൽ, എന്തായാലും രണ്ട് തട്ടിലായിരുന്നു പ്രതികരണങ്ങളൊക്കെ, മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും. ഇപ്പോൾ ആ വിഷയത്തിൽ കെ ജയകുമാറിന്റെ പ്രതികരണം അത് വിശദമായി തന്നെ വരുന്നുണ്ട്. ആ നിയമനവുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്തു എന്നതുകൊണ്ട് മാറ്റി നിർത്താനാകില്ല എന്ന് ദേവസ്വം പറയുമ്പോൾ ഇപ്പോഴും മുൻ നിലപാടിൽ തന്നെയാണ് സർക്കാരും മന്ത്രിയും ഉള്ളതല്ലേ? അസിത, ഈ നിയമനം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് എടുത്ത ചില നിയമനങ്ങൾ, അതുപോലെ തന്നെ അവരെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായ ചില സ്ഥലം മാറ്റങ്ങൾ, ഇതിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയതാണ് ഈ വിവാദത്തിന്റെ അടിസ്ഥാന കാരണം. കഴിഞ്ഞ ദിവസമാണ് 75 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി നിയമനവും അതോടൊപ്പം തന്നെ സ്ഥലം മാറ്റവും ഈ സ്ഥലം മാറ്റത്തിനുമായിട്ട് ഈ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ SIT സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ SIT ചോദ്യം ചെയ്ത ചിലർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി രംഗത്തെത്തിയത്. ഈ നിയമനം റദ്ദാക്കണമെന്നും അതോടൊപ്പം തന്നെ ഇതിൽ ഭേദഗതി വരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെടുകയും ഇല്ലാത്ത പക്ഷം ദേവസ്വം ബോർഡിനും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് താൻ വിശ്വസിക്കുമെന്നും മന്ത്രി പറഞ്ഞതിനു പിന്നാലെ ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് മീറ്റിംഗിലാണ് ഈ വിഷയം ചർച്ചയ്ക്കെത്തിയത്. എന്നാൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോഴും ഈ ഒരു ആവശ്യം ഉന്നയിച്ച് മന്ത്രി ഒരു കത്ത് കൈമാറിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ ഒരു കത്ത് കൈമാറിയിട്ടുള്ള പക്ഷവും പക്ഷേ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഒരു വീഴ്ച വന്നിട്ടില്ല. ജാഗ്രതയോടെയാണ് നിയമനം നടത്തിയിട്ടുള്ളത്, സ്ഥലം മാറ്റ ഉത്തരവിറക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഇത് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയും രണ്ട് തട്ടിലാണോ എന്ന് തോന്നിപ്പിക്കും വിധമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് SIT ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്താനാകില്ല. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ SIT ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വരെ എത്തുകയും ഇവിടുത്തെ പല ഉദ്യോഗസ്ഥന്മാരെയും ചോദ്യം ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു കാരണം പറഞ്ഞ് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്താനാകില്ല. നിലവിൽ 20 പേരുടെ കാര്യത്തിൽ ഒരു പുനർപരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ ആ പരിശോധന നടത്തുന്നവരുടെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ മാത്രമാണ്. ഈ വിഷയത്തിൽ ഉണ്ടായ പരാതികൾക്കും കത്തുകളിലുമൊക്കെ അടിയന്തര നടപടി ബോർഡ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ SIT ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോൾ സ്വാഭാവികമായും മന്ത്രിയും വകുപ്പും രണ്ട് തട്ടിലായി നിൽക്കുന്നു എന്ന് മാത്രമല്ല, നേരത്തെയും ഗവൺമെന്റ് സ്പെഷ്യൽ പ്ലീഡറുടെ നിയമനവുമായി ബന്ധപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ്. ദേവസ്വം മന്ത്രിക്ക് ആ വിഷയത്തിൽ നിലവിൽ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ അതിലും ദേവസ്വം മന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനത്തിന് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ദേവസ്വം മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിലും ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ നിയമന വിഷയത്തിലും ദേവസ്വം മന്ത്രിയും വകുപ്പും രണ്ട് തട്ടിലായി മാറി നിൽക്കുന്നത്. അസിത, അതാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് വരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.